വളരെയേറെ ആരാധകരുള്ള നടിയും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമാണ് അഹാന കൃഷ്ണ. അവരുടെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റുകൾ പലതിനും അത്രയേറെ ശ്രദ്ധ ലഭിക്കാറുണ്ട്. അടുത്തിടെ ആദ്യത്തെ അനുജത്തി ദിയ കൃഷ്ണയുടെ ബേബി ഷവർ ചടങ്ങിൽ അഹാനയും അനുജത്തിമാരും വേറിട്ട നിറങ്ങളിലെ പ്രിൻസസ് ഗൗണിൽ തിളങ്ങി നിൽക്കുന്ന ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറി. അഹാനയുടെ ഇളം നീല ഗൗണും തലമുടിക്കെട്ടും ലുക്കും ശ്രദ്ധേയമായിരുന്നു. അതിനുശേഷം അല്പം റിലാക്സ് ചെയ്ത അഹാന ഇപ്പോൾ തനിക്ക് പറ്റിയ ഒരബദ്ധത്തെക്കുറിച്ച് പോസ്റ്റുമായി വന്നിരിക്കുകയാണ്. ഇപ്പോഴിതാ ഇൻസ്റ്റഗ്രാമിലൂടെയായി തനിക്ക് പറ്റിയൊരു തെറ്റിനെക്കുറിച്ച് പറഞ്ഞെത്തിരിക്കുകയാണ് അഹാന. ഇന്നിപ്പോൾ കൂട്ടുകാരൻ നിമിഷ് രവിയുടെ ഒപ്പമുള്ള ചിത്രം ഉൾപ്പെടെ എടുത്ത് പോസ്റ്റ് ചെയ്തുകൊണ്ടാണ് അഹാന നൽകിയ BGMലാണ് പണി പാളിയത്. അടുത്ത ചിത്രത്തിന്റെ പണിപ്പുരയിലേക്ക് പുറപ്പെടുന്ന നിമിഷിന് ആശംസ പറഞ്ഞുകൊണ്ടുള്ളതായിരുന്നു പോസ്റ്റ്. ടൊവിനോ തോമസ് നായകനായി വേഷമിട്ട നരിവേട്ട എന്ന ചിത്രത്തിലെ ഗാനത്തിലെ നാമല്ലോ തീരത്തെ ഓളങ്ങൾ എന്ന ഭാഗമാണ് BGM. എന്നാൽ അഹാന ഇതിലെ ലാവല്ലോ തീരത്തെ ഓളങ്ങൾ എന്നാക്കി മാറ്റി. വരികളിൽ ശരിക്കും ലാവല്ലോ തീരത്തെ എന്ന് അഹാന അടിയുറച്ചു വിശ്വസിച്ചു. എന്നാൽ ലാവല്ലോ അല്ല നാമല്ലോ എന്നായിരുന്നു ആ വരികളിൽ എന്ന് താരം തിരിച്ചറിഞ്ഞു. പറ്റിപ്പോയ അബദ്ധം മറച്ചുവെച്ചതുമില്ല. അടുത്ത പോസ്റ്റിൽ അതും കൂടെ ഉൾപ്പെടുത്തി. പോരെങ്കിൽ അടുത്ത ഗാനത്തിൽ ലാവല്ലോ എന്ന് ഉൾപ്പെടുത്തണമെന്ന് സംഗീത സംവിധായകൻ ജേക്സ് ബിജോയോട് ഒരഭ്യർത്ഥന കൂടി ചേർത്തു. നിലവിൽ സോഷ്യൽ മീഡിയയിൽ റീൽസിലും മറ്റുമായി ട്രെൻഡ് ചെയ്യുന്ന വരികളാണ് നാമല്ലോ തീരത്തെ ഓളങ്ങളുടേത്. എന്നാൽ തനിക്ക് പറ്റിയ തെറ്റേറ്റു പറഞ്ഞിരിക്കുകയാണ് താരം ഇപ്പോൾ. കുഞ്ഞുനാൾ മുതലേ നന്നായി ഇംഗ്ലീഷ് പറയാനും പ്രസംഗിക്കാനും കഴിവുള്ള കുട്ടിയാണ് അഹാന കൃഷ്ണ വളർന്നത്. തീരെ കുഞ്ഞായിരുന്ന നാളുകളിൽ ഉറക്കത്തിനിടെ ഇംഗ്ലീഷിൽ പ്രസംഗിക്കുമായിരുന്നു എന്ന അഹാനയുടെ വാദം ട്രോളുകളുടെ ഇഷ്ടവിഷയമായിരുന്നു. തിരുവനന്തപുരത്തെ കോൺവെന്റ് സ്കൂളിലാണ് കൃഷ്ണ സഹോദരിമാർ പഠിച്ചത്. അഹാനയാണ് മക്കളിൽ മൂത്തയാൾ. എന്നാലും മലയാളം പറയേണ്ട സ്ഥലങ്ങളിൽ അഹാന വളരെ നന്നായി സംസാരിക്കാറുണ്ട്. അതേസമയം തന്നെ ചില നേരങ്ങളിൽ ചില അബദ്ധങ്ങൾ പിണയാറുമുണ്ട്. അഹാനയ്ക്ക് മുൻപ് അമ്മ സിന്ധു വളരെ നന്നായി ഇംഗ്ലീഷ് ഭാഷ കൈകാര്യം ചെയ്യുന്ന വ്യക്തിയായിരുന്നു. നാട്ടിൻ പുറത്തുകാരിയെങ്കിലും വിദേശത്തുൾപ്പെടെ പഠിച്ച സിന്ധുവിന്റെ ഭാഷാജ്ഞാനം മക്കൾ 4 പേർക്കും ലഭിച്ചിട്ടുണ്ട്. അവരുടെ പഠനത്തിനും മറ്റുമായി സിന്ധു അത്രയേറെ ശ്രമം നടത്തിയിട്ടുമുണ്ട്. സ്കൂളിൽ നന്നായി പഠിച്ചിരുന്ന 4 പേരും പക്ഷേ അഭിനയവും മോഡലിംഗും പോലുള്ള മേഖലകളിൽ തിരഞ്ഞെടുക്കുകയായിരുന്നു. അവിടെയും സോഷ്യൽ മീഡിയയുടെ സഹായത്തോടുകൂടി അവർ തങ്ങളുടേതായ നിലയിൽ ഒരിടം തീർത്തു കഴിഞ്ഞു. പോയ വർഷം സെപ്റ്റംബർ മാസത്തിൽ നടന്ന അനുജത്തി ദിയ കൃഷ്ണയുടെ വിവാഹത്തിന്റെ സംഗീത ചടങ്ങിൽ നൃത്തം കൊറിയോഗ്രഫി ചെയ്ത അഹാന കൃഷ്ണയായിരുന്നു. ഇതിൽ മുത്തശ്ശനും മുത്തശ്ശിയും ഉൾപ്പെടെ നൃത്തം ചെയ്തിരുന്നു. ആവേശം സിനിമയിലെ ഇല്ലുമിനാറ്റി ഗാനത്തിനാണ് അവർ നൃത്തം ചെയ്തത്. അഹാനയുടെ മുത്തശ്ശി ഇതിനെ ഉല്ലുമിനാക്ഷി എന്ന് പാടി പ്രാക്ടീസ് ചെയ്യുന്ന ദൃശ്യം പോസ്റ്റ് ചെയ്തതും ഇതേ അഹാന തന്നെയാണ്. കഴിഞ്ഞ ദിവസം നടന്ന ദിയയുടെ ബേബി ഷവർ ചടങ്ങിലും നിമിഷ് രവി എത്തിയിരുന്നു. ഇതോടെ ഇരുവരും തമ്മിൽ പ്രണയത്തിലാണെന്ന് വരെ ആരാധകർ പറഞ്ഞിരുന്നു. ഇരുവരും ഇന്നുവരെ ഇതേക്കുറിച്ച് പ്രതികരിച്ചിട്ടില്ല എന്നാണ് വിവാഹമെന്ന ചോദ്യങ്ങളും ഉയർന്നിരുന്നു. പരിപാടിക്ക് ശേഷമായും നിമിഷും അഹാനയും കണ്ടുമുട്ടിയിരുന്നു. ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെയായ വിശേഷങ്ങളും അഹാന പങ്കുവച്ചിരുന്നു. അഹാനയ്ക്കൊപ്പമുള്ള ചിത്രങ്ങളും നിമിഷും എത്തിയിരുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.